കാട്ടാക്കടയിൽ കുത്തിവെപ്പിന് പിന്നാലെ 2.5 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ മമൽ ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്ത് പോലീസ്. കുഞ്ഞിന്റെ പിതാവ് നൽകിയ പരാതിയിന്മേലാണ് ആര്യനാട് പോലീസ് കേസെടുത്തത്. ചികിത്സാ പിഴവാണെന്ന മാതാപിതാക്കളുടെ ആരോപണത്തെ തള്ളി മമൽ ആശുപത്രി അധികൃതർ. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപിയും ഡിവൈഎഫ്ഐയും ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഉറിയാക്കോട് സ്വദേശികളായ സിദ്ദിഖ് ഫൈസലത്ത് ദമ്പതികളുടെ മകൾ ഐഷ ഫാത്തിമയെ കടുത്ത ശ്വാസം മുട്ടലോടെ ഇന്നലെ 11 മണിയോടെയാണ് മമൽ ആശുപത്രിയിൽ എത്തിച്ചത്. നെബുലൈസേഷൻ നൽകിയതിനു ശേഷം അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ 2.5 വയസ്സുകാരിയുടെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു. കൈ പിടിച്ച് ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ബോധം പോയി. അതേപോലെ അങ്ങ് കുഴഞ്ഞു വീണ് ചെയ്തു. കുടുംബത്തിന്റെ ആരോപണത്തെ തള്ളി ആശുപത്രി അധികൃതർ രംഗത്തെത്തി. കുഞ്ഞിനെ ഗുരുതരമായ അവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുമാണ് ആശുപത്രി അധികൃതരുടെ വാദം. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് കുഞ്ഞ് കൊളാപ്സ് ആയതിനു ശേഷം ഇഞ്ചക്ഷൻ അഡ്രിനാലിൻ എന്നുള്ള ഇഞ്ചക്ഷൻ ലൈഫ് സേവിംഗ് ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇൻക്വസ്റ്റ് നടപടികൾക്ക് പിന്നാലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ ആര്യനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആശുപത്രിയിലെത്തി ഡോക്ടറുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും ആര്യനാട് SHO പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.